CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കോഴിക്കോട് 2 പതിറ്റാണ്ടിനു ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും വലിയ അട്ടിമറികൾക്ക് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കുമെന്ന റിപ്പോർട്ടുകളുമാണ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ കടുത്ത മത്സരം നേരിട്ടു എന്നും അവിടെ യുവ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ അട്ടിമറിക്കാനുള്ള സാധ്യതകളാണ് CPM കാണുന്നത്. പതിറ്റാണ്ടുകളായി CPM മാത്രം ജയിക്കുന്ന നാദപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി UDF വിജയം കൊയ്യുമെന്നാണ് CPM തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിലയിരുത്തിയത്. ബേപ്പൂർ അടക്കം ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇക്കുറി വിജയം പിടിക്കുമെന്ന ഉറപ്പുള്ളത്. കടുത്ത മത്സരം നടന്നുവെന്നും ചിലപ്പോൾ അട്ടിമറി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ട സീറ്റുകളിലൊന്നാണ് പേരാമ്പ്ര. അനായാസം വിജയം പിടിച്ചെടുക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് CPM ഇവിടെ തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു. യുവ വനിതാ സ്ഥാനാർത്ഥിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചും വർഗീയ വിഷം മണ്ഡലത്തിൽ ഇറക്കി വിട്ടുമാണ് CPM വോട്ട് നേടിയത്. ഇതോടെ മത്സരം കടുക്കുകയായിരുന്നു. യുവാക്കൾ ഒറ്റക്കെട്ടായി UDF സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്തതോടെ TP രാമകൃഷ്ണന്റെ സിംഹാസനം ഇളകുകയായിരുന്നു. പതിറ്റാണ്ടുകളായുള്ള മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കുമെന്നും പേരാമ്പ്രയിൽ UDF വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഉള്ളതെന്നും ഫാത്തിമ തഹ്ലിയ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തവണ പേരാമ്പ്ര UDFനോടൊപ്പം നിൽക്കുമെന്നും സംസ്ഥാനത്ത് UDF ഭരണമുണ്ടാകുമെന്നും ഫാത്തിമ പറയുന്നുണ്ട്. അതേസമയം പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലുണ്ടായ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഗൗരവകരമായി പരിശോധിക്കപ്പെടണമെന്ന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്തരത്തിലുള്ള ശൈലികൾ ആരംഭിച്ചതെന്നും ഇടതുപക്ഷത്തിന് ഇങ്ങനൊരു രീതിയല്ല ഉള്ളതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തോൽവി ഉറപ്പിച്ച രീതിയിലായിരുന്നു രാമകൃഷ്ണന്റെ പരാമർശം. നിസ്സാരമായി വിജയിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്ന് കടുത്ത പോരാട്ടത്തിലേക്ക് പേരാമ്പ്രയെ മാറ്റിയത് CPM തന്നെയാണ്. പിന്നാലെ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും പേരാമ്പ്രയിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ റിപ്പോർട്ട് സത്യമായി ഭവിക്കുമെന്ന സൂചനകൾ CPM നൽകുന്നുമുണ്ട്. LDFനെ സംസ്ഥാനത്ത് നയിക്കുന്ന നേതാവാണ് രാമകൃഷ്ണൻ. അതിനുമപ്പുറം CPMന്റെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര. അതിന്റെ ആലസ്യത്തിൽ പ്രചാരണം നയിച്ച CPM അവസാന ലാപ്പിൽ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും സമയം അതിക്രമിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ വർഗീയ പ്രചാരണം പലകുറി ആവർത്തിച്ചിട്ടുണ്ട് CPM. അതിന് കാരണം മുകളിൽ നമ്മൾ സൂചിപ്പിച്ച പരാജയ ഭീതി തന്നെയാണ്. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ LDF നടത്തിയ അനൗൺസ്മെന്റ് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. നമ്മുടെ വോട്ട് നമ്മുടെ ഗൗമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നു എന്നതാണ് LDF പ്രചാരണം നടത്തിയത്. LDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്നാണ് വിവാദമായ അനൗൺസ്മെന്റ് ഉയർന്നത്. മുസ്ലിം ലീഗ് മതരാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും മതസാഹോദര്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങളെ മതനിരപേക്ഷവാദികൾ ചെറുക്കണമെന്നും അനൗൺസ്മെന്റിൽ ആഹ്വാനവും ചെയ്യുന്നുണ്ട്. എന്നാൽ വർഗീയ വിഭജനം ലക്ഷ്യമിട്ട് LDF കള്ളപ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. നേരത്തെ ആവളയിലും സമാനമായ പ്രചാരണം നടന്നതായി പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് UDF ആരോപിക്കുന്നുമുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയക്കെതിരെയും LDF ആവർത്തിക്കുകയായിരുന്നു. വ്യക്തിഹത്യയിലൂടെയും വർഗീയ പ്രചാരണങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന LDF മോഹം ഇത്തവണയും നടപ്പാവില്ല എന്നും ഷാഫി പറമ്പിലിനെ പോലെ ഫാത്തിമ തഹ്ലിയയെയും ഇതിനോടകം ജനഹൃദയങ്ങളിൽ താരമായി മാറിയെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും വലിയ അട്ടിമറികൾക്ക് കോഴിക്കോട് ജില്ല സാക്ഷ്യം വഹിക്കുമ്പോൾ പേരാമ്പ്രയിലും UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു.